തൃശൂർ പൂങ്കുന്നത്തുള്ള സഹോദരിയുടെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 9:30 ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലും പൊതുദർശനത്തിന് ഉണ്ടാകും. നാളെ വടക്കൻ പറവൂരിൽ ആണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ മന്ത്രി കെ രാജൻ അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. തൃശൂരിലെ പൂങ്കുന്നത്തുള്ള സഹോദരിയുടെ വസതിയിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, കലാരംഗങ്ങളിൽ ഉള്ളവരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. നേരത്തെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വസതിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പി ജയചന്ദ്രനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ പാതയോരങ്ങളിൽ ഉൾപ്പെടെ നിലയുറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് നിരവധി ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ, സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ അടക്കം ആണ് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഒരു നോക്ക് കാണാൻ, വിട പറയാൻ നൂറുകണക്കിന് ആളുകൾ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? എന്നൊരാഗ്രഹം തൃശ്ശൂർക്കാർക്ക് രാവിലെ വരെ ജയേട്ടനെ അന്ത്യദർശനത്തിന് അവസാനമായി കാണുന്നതിന് അവസരമുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ ആ വിധത്തിലുള്ള വീട്ടുകാരുമായി ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങൾ ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ആലോചിക്കുന്നത്. സത്യത്തിൽ കേരളത്തിന്റെ ഗാനരംഗത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തലം അവസാനിക്കുകയാണ്. മലയാളത്തിന്റെ ഗായകൻ എന്ന നിലയിൽ ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി മലയാളത്തിൽ മാത്രമല്ല 6ഓളം ഭാഷകളിൽ പാടുകയും അത് അതിഗംഭീരമായി മലയാളിയുടെയും ലോകത്തിന്റെയും മുമ്പിൽ എത്തിക്കുകയും ചെയ്തൊരു ഭാവഗായകന് കേരളം യാത്ര പറയുമ്പോൾ ഒരു തലമുറയുടെ പ്രത്യേകമായൊരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിലെ സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു പി ജയചന്ദ്രന്റെ, തൃശ്ശൂർക്കാരുടെ ജയേട്ടന്റെ സ്വന്തമായിട്ടുള്ള എഴുത്തുകാരും അതിന് ഗാനം പകർന്നവരുമൊക്കെ ലോക ശ്രദ്ധയിലേക്ക് മലയാളത്തെ കൊണ്ടുപോയവരാണ്. പി ഭാസ്കരന്റെയും വയലാറിന്റെയും ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ ദേവരാജൻ മാഷിനെയും അർജുന മാഷിനെയും പോലെയുള്ള സംഗീത സംവിധായകരുടെ പ്രത്യേകമായിട്ടുള്ള ശൈലി കൊണ്ട് അവതരണ രംഗത്ത് കൊണ്ടുവന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ജയേട്ടനില്ലെങ്കിലും ദീർഘമായൊരു കാലം മലയാളിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന സംഗീതത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് പി ജയചന്ദ്രൻ എന്ന മലയാളിയുടെ സ്വന്തമായ, മലയാളിയുടെ അഹങ്കാരമായിട്ടുള്ള ഈ ഭാവഗായകൻ ഇന്ന് വിട പറയുന്നത്. ഇത്രമേൽ വേഗത്തിൽ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു യാത്ര പറച്ചിലിന് അവസരം ഉണ്ടാകും, അല്ലെങ്കിൽ ആ വിധത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, അവസാന കാലത്ത് അദ്ദേഹത്തെ ശാരീരികമായി നേരിട്ട നിരവധി പ്രതിസന്ധികളുടെ നടുവിലും ഇതെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും പാട്ടിന്റെ പാലാഴി മലയാളിക്ക് വേണ്ടി ഒരുക്കും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. മലയാളിയുടെ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മലയാളിയുടെ ചുണ്ടുകളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എപ്പോഴും തത്തിക്കളിക്കുന്ന എത്രയോ ഗാനങ്ങൾ, അതിന്റെ ശബ്ദമാധുര്യം കൊണ്ട് ജേട്ടൻ മരിക്കാതെ ലോകമുള്ളിടത്തോളം കാലം മലയാളിയുടെ ദിനചര്യകളിലൂടെ ജീവിച്ചു മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മലയാളത്തിന് ഏറ്റവും ലാളിത്യമാർന്ന ഒരു സംഗീത ശൈലി കൂടി, ഗാനാവതരണത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു ലാളിത്യമാർന്ന സംഗീത ശൈലി കൂടി പി ജയചന്ദ്രൻ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ഏതാണ്ട് 36 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കും വിധം മലയാളിക്കെല്ലാം കാണാനും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഗാനാർച്ചന നടത്താനും ഒക്കെ കഴിയും വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന പ്രോട്ടോകോൾ നൽകിക്കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെയും എറണാകുളത്തെയും ജില്ലാ കളക്ടർമാർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ആ ചടങ്ങുകൾ കൂടി അവസാനമായിട്ട് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള ബഹുമതികളോടും കൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മലയാളിയുടെ മുമ്പിൽ സംസ്ഥാനം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും പ്രിയപ്പെട്ട ഗായകനെ യാത്രയാക്കുക എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. അദ്ദേഹം പൂങ്കുന്നത്തെ വസതിയിൽ എത്തി മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. ജയചന്ദ്രന് പകരം മറ്റൊരു ജയചന്ദ്രൻ ഇല്ല എന്നായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ അനുസ്മരിച്ചത്.